കഴിഞ്ഞ 2 വീഡിയോസിലും നമ്മൾ ഹൈപ്പർട്രോഫി ട്രെയിനിങ്ങിനെ പറ്റിയും സ്ട്രെങ്ത് ട്രെയിനിങ്ങിനെ പറ്റിയുമാണ് ഡിസ്കസ് ചെയ്തത്. ഹൈപ്പർട്രോഫി ട്രെയിനിങ്ങിലൂടെ നമ്മുടെ മസിൽ സൈസ് ഇൻക്രീസ് ആകും. അതുപോലെ തന്നെ സ്ട്രെങ്ത് ട്രെയിനിങ്ങിലൂടെ നമുക്ക് സ്ട്രെങ്ത് കൂടും. ഈ 2 വീഡിയോസും കാണാത്തവർ കാണുക, ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്. ഇനി നമുക്ക് നമ്മുടെ മസിലിന് നല്ല വലിപ്പം കൂടുകയും ചെയ്യണം, അതുപോലെ തന്നെ നമുക്ക് നല്ല സ്ട്രെങ്തും വേണം. ഇവ രണ്ടും വേണമെങ്കിൽ നമ്മൾ ഫോളോ ചെയ്യേണ്ട രീതിയെ പറ്റിയാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇങ്ങനെ നമ്മുടെ മസിൽ മാസും സ്ട്രെങ്തും ഒരുമിച്ച് ഇൻക്രീസ് ചെയ്യാൻ സഹായിക്കുന്ന വർക്കൗട്ടിനെ നമ്മൾ വിളിക്കുന്നതാണ് ഹൈബ്രിഡ് ട്രെയിനിങ്. ഈ ഹൈബ്രിഡ് ട്രെയിനിങ്ങിൽ നമ്മുടെ കോമ്പൗണ്ട് എക്സസൈസും ഐസൊലേഷൻ എക്സസൈസും മിക്സ് ചെയ്താണ് വർക്കൗട്ട് ചെയ്യേണ്ടത്. ഈ കോമ്പൗണ്ട് എക്സസൈസ് എന്ന് വെച്ചാൽ ഒരു സമയത്ത് തന്നെ മൾട്ടിപ്പിൾ മസിൽ ഗ്രൂപ്പ്സിനെ ടാർഗറ്റ് ചെയ്യുന്ന വർക്കൗട്ട്സിനെയാണ് കോമ്പൗണ്ട് എക്സസൈസ് എന്ന് പറയുന്നത്. എക്സാമ്പിൾ സ്ക്വാട്ട്, ഡെഡ് ലിഫ്റ്റ്, ബെഞ്ച് പ്രസ്, ഓവർഹെഡ് പ്രസ്, ഇതെല്ലാം കോമ്പൗണ്ട് എക്സസൈസിൽ പെടും. ഇനി ഐസൊലേഷൻ എക്സസൈസ് എന്ന് പറയുമ്പോൾ ഒരു സമയത്ത് തന്നെ ഒരു മസിലിനെ തന്നെ കോൺസെൻട്രേറ്റ് ചെയ്ത് വർക്കൗട്ട് ചെയ്യുന്ന എക്സസൈസിനെയാണ് ഐസൊലേഷൻ വർക്കൗട്ട്സ് എന്ന് പറയുന്നത്. എക്സാമ്പിളായിട്ട് ബൈസെപ്സ് കേൾസ്, ട്രൈസെപ്സ് എക്സ്റ്റൻഷൻ, ലെഗ് എക്സ്റ്റൻഷൻ, ഇതെല്ലാം ഐസൊലേഷൻ എക്സസൈസിൽ പെടും. ഈ ഐസൊലേഷൻ എക്സസൈസും കോമ്പൗണ്ട് എക്സസൈസും മിക്സ് ചെയ്ത് അല്ലെങ്കിൽ ഐസൊലേറ്റ് ചെയ്താണ് നമ്മൾ ഹൈബ്രിഡ് ട്രെയിനിങ്ങിൽ വർക്കൗട്ട് ചെയ്യേണ്ടത്. ഇങ്ങനെ മിക്സ് ചെയ്ത് വർക്കൗട്ട് ചെയ്യുമ്പോൾ നമ്മൾ കോമ്പൗണ്ട് എക്സസൈസ് ചെയ്യുമ്പോൾ നമുക്ക് 3 മുതൽ 6 നമ്പർ വരെ ഒരു സെറ്റിൽ നമുക്ക് കിട്ടാവുള്ളൂ മാക്സിമം വെയിറ്റിൽ. അതുപോലെ തന്നെ 2 മുതൽ 5 മിനിറ്റ് വരെ എടുക്കാം ഓരോ സെറ്റിൻ്റെ ഇടയ്ക്കുള്ള റെസ്റ്റിംഗ് ടൈം. ഇനി ഐസൊലേഷൻ എക്സസൈസ് ചെയ്യുമ്പോൾ 8 മുതൽ 12 നമ്പർ ഒരു സെറ്റ് നമുക്ക് കിട്ടണം. അതുപോലെ തന്നെ നമുക്ക് 30 മുതൽ 1.5 മിനിറ്റ് വരെ ഇടയ്ക്കുള്ള റെസ്റ്റിംഗ് ടൈം പാടുള്ളൂ. ചുരുക്കത്തിൽ പറഞ്ഞാൽ കോമ്പൗണ്ട് എക്സസൈസ് ചെയ്യുമ്പോൾ നല്ല ഇൻറ്റൻസിറ്റിയിൽ വർക്കൗട്ട് ചെയ്യണം, എന്ന് വെച്ചാൽ മാക്സിമം വെയിറ്റ് ഇട്ടും ലോവർ റെപ്സിലും ചെയ്യണം. ഐസൊലേഷൻ എക്സസൈസ് ചെയ്യുമ്പോൾ നല്ല വോളിയത്തിൽ വർക്കൗട്ട് ചെയ്യണം, ഒരു മോഡറേറ്റ് വെയിറ്റ് ഒക്കെ ഇട്ട് കുറേ റെപ്സ് കിട്ടുന്ന രീതിയിൽ. പിന്നെ പ്രോഗ്രസീവ് ഓവർലോഡിലൂടെ നമുക്ക് ഗ്രാജ്വലി നമ്മുടെ വെയിറ്റ് നമുക്ക് കൂട്ടാം. വർക്കൗട്ട് ചെയ്യുന്ന വെയിറ്റ് നമുക്ക് ഗ്രാജ്വലി കൂട്ടാം. പ്രോഗ്രസീവ് ഓവർലോഡിനെ പറ്റി ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട്, കാണാത്തവർ കാണുക, അതിൻ്റെ ലിങ്കും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടിട്ടുണ്ട്. പിന്നെ വർക്കൗട്ട് ചെയ്യുന്ന റൂട്ടീൻ ഹൈബ്രിഡ് ട്രെയിനിങ്ങിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്ക് കുറേ രീതിയിൽ വർക്കൗട്ട് റൂട്ടീൻ സെറ്റ് ചെയ്യാം. അപ്പർ ബോഡി വർക്കൗട്ടിനെയും ലോവർ ബോഡി വർക്കൗട്ടിനെയും സ്പ്ലിറ്റ് ആയിട്ട് ചെയ്യാം. അതുപോലെ തന്നെ പുഷ്, പുൾ, ലെഗ്സ്, അങ്ങനെ രീതിയിൽ നമുക്ക് വർക്കൗട്ട് റൂട്ടീൻ സെറ്റ് ചെയ്യാൻ പറ്റും. ഇതിനെപ്പറ്റി ഞാനൊരു വീഡിയോ ചെയ്യാം, വർക്കൗട്ട് റൂട്ടീൻ ഓരോ ഇൻഡിവിജ്വലും എങ്ങനെയാണ് സെറ്റ് ചെയ്യേണ്ടതെന്ന്. പിന്നെ ഇത്രയും ഇൻറ്റൻസ് ആയിട്ട് നമ്മൾ ഹൈബ്രിഡ് ട്രെയിനിങ്ങിൽ വർക്കൗട്ട് ചെയ്യുമ്പോൾ റിക്കവറി നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. 6 മുതൽ 8 മണിക്കൂർ വരെ ഒരു ദിവസം ഉറങ്ങാൻ നോക്കുക. ഈ ഉറക്കം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എനിക്ക് ഇവിടെയാണ് മിക്കപ്പോഴും തെറ്റിപ്പോകുന്നത്. എനിക്ക് മിക്കപ്പോഴും 6 മുതൽ 8 മണിക്കൂർ വരെ ഉറക്കം സമയം കിട്ടത്തില്ല. ഇന്ന് തന്നെ കുറച്ച് ബിസി കാരണം എനിക്ക് 2.5 മണിക്കൂർ ഇന്നത്തെ ദിവസം എനിക്ക് ഉറങ്ങാൻ പറ്റിയിട്ടുള്ളൂ. അതുകൊണ്ട് പറയാം, ഉറക്കം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ പ്രോപ്പർ റെസ്റ്റ് ഡേയ്സ് കൊടുക്കുക. പിന്നെ നമ്മുടെ ന്യൂട്രീഷനും പ്രോട്ടീൻ ഇൻടേക്കും ഡയറ്റും എല്ലാം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ വർക്കൗട്ട് ചെയ്ത് കഴിഞ്ഞാൽ ബോഡി നന്നായിട്ട് സ്ട്രെച്ച് ചെയ്യുക. അതിനെപ്പറ്റി ഞാനൊരു വീഡിയോ ചെയ്യാം. ബോഡി സ്ട്രെച്ച് ചെയ്യുന്നതുകൊണ്ട് നമുക്ക് കുറേ ഗുണങ്ങളുണ്ട്. കൺക്ലൂഷനായിട്ട് പറഞ്ഞാൽ ഹൈപ്പർട്രോഫി ട്രെയിനിങ്ങും സ്ട്രെങ്ത് ട്രെയിനിങ്ങും മിക്സ് ആയിട്ട് ഉപയോഗിക്കുന്ന ഒരു ട്രെയിനിങ് ആണ് ഹൈബ്രിഡ് ട്രെയിനിങ്. ഹൈപ്പർട്രോഫി ട്രെയിനിങ്ങിൻ്റെ അത്രയും ഫാസ്റ്റായിട്ട് മസിൽ ഗ്രോത്ത് വരത്തില്ല, അതുപോലെ തന്നെ സ്ട്രെങ്ത് ട്രെയിനിങ്ങിൻ്റെ അത്രയും ഫാസ്റ്റായിട്ട് സ്ട്രെങ്തും കയറത്തില്ല. പക്ഷേ ഒരു മോഡറേറ്റ് ലെവലിൽ ഇത് രണ്ടിൻ്റെ ഇടയിലായിട്ട് നമുക്ക് രണ്ടിൻ്റെ ബെനിഫിറ്റ്സ് കിട്ടുന്ന രീതിയിൽ നമുക്ക് സ്ട്രെങ്തും മസിൽ മാസും ഒരുമിച്ച് ബിൽഡ് ചെയ്തുകൊണ്ട് കൊണ്ടുപോകാൻ പറ്റും. കൺസിസ്റ്റൻസി ആയിട്ട് നമ്മുടെ വർക്കൗട്ട് റൂട്ടീനെ ഫോളോ ചെയ്യുക എന്ന് മാത്രമാണ് നമുക്ക് ഈ ഹൈബ്രിഡ് ട്രെയിനിങ്ങിൽ ചെയ്യാൻ പറ്റുന്നത്. അപ്പം ഇതിൽ ഏറ്റവും വേണ്ടത് നമുക്ക് കൺസിസ്റ്റൻസിയും ഡിസിപ്ലിനുമാണ്. അപ്പം അത്രേ ഉള്ളൂ ഗായ്സ്. താങ്ക്സ് ഫോർ വാച്ചിങ്.